2015 ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയുടെ വിജയം, നരേന്ദ്രമോദി തരംഗം രാജ്യത്താകെ നിലനിൽക്കുന്നു. അപ്പോൾ ഡൽഹി എന്തായാലും BJP പിടിക്കും എന്നുള്ളൊരു ഫീൽ ഉണ്ടായിരുന്നു. പക്ഷേ 67 സീറ്റിൽ AP ജയിച്ചുകൊണ്ട് അരവിന്ദ് കെജ്രിവാൾ അധികാരത്തിലെത്തുന്നു. 2020 സമാനമായ സാഹചര്യം, നരേന്ദ്രമോദി കൂടുതൽ ഭൂരിപക്ഷത്തോടെ കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുന്നു. ഇത്തവണ എന്തായാലും BJP പിടിക്കും എന്നുള്ളൊരു ഫീലുണ്ടാവുന്നു. പക്ഷേ 62 സീറ്റ് നേടിക്കൊണ്ട് AP വീണ്ടും ഭരണത്തിലേക്ക് വരുന്നു. ഇപ്പോൾ ഈ 2025 വീണ്ടും ഇതേ സീനുണ്ടോ? അതായത് നരേന്ദ്രമോദി വേഴ്സസ് അരവിന്ദ് കെജ്രിവാൾ എന്ന നറേറ്റീവ് തന്നെയാണോ ഈ ഇലക്ഷൻ ചർച്ചയെ ഇപ്പോഴും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്? രാജീവ്, ഇതിനകത്ത് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തമാകുന്നു എന്ന് നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ അതിനകത്ത് രണ്ട് മൂന്ന് ഘടകങ്ങളുണ്ട്. ഒന്ന്, 2012 മുതൽ ഈ ഡൽഹിയിൽ നിലനിൽക്കുന്ന അല്ലെങ്കിൽ രാജ്യ തലസ്ഥാനത്ത് നിലനിൽക്കുന്ന ബദൽ സംവിധാനം, ഒരു ബദൽ രാഷ്ട്രീയം എന്ന് ഞാൻ പറയാൻ മടിക്കുന്നു. അതിനപ്പുറം ഒരു ബദൽ സംവിധാനം എന്നോ ബദൽ സങ്കല്പമോ എന്ന് പറയാവുന്ന ഒരു വ്യവസ്ഥ നിലനിൽക്കുന്നു 2012 മുതൽ. കൃത്യമായിട്ട് പറഞ്ഞാൽ 2012 വർഷം, അതായത് 12 വർഷവും 57 ദിവസവും, 12 വർഷവും 57ാമത്തെ ദിവസമാണ്. അപ്പോൾ ആം ആദ്മി പാർട്ടി രൂപീകരിച്ച ശേഷം അങ്ങനത്തെ ഒരു രാഷ്ട്രീയ വ്യവസ്ഥ അല്ലെങ്കിൽ രാഷ്ട്രീയ സംവിധാനം നിലനിൽക്കുന്നു. ആ സംവിധാനം അവരുടെ പ്രധാനപ്പെട്ട തട്ടകം ഡൽഹിയാണ്. അത് നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള യത്നത്തിലോ അല്ലെങ്കിൽ സമരത്തിലോ അല്ലെങ്കിൽ അതുപോലുള്ള നീക്കത്തിലോ ആണ്. അതുപോലെ തന്നെ രാജ്യം മുഴുവൻ ഭരിച്ചിട്ടും അല്ലെങ്കിൽ രാജ്യഭരണം നിലനിന്നിട്ടും രാജ്യഭരണത്തിന്റെ സ്ഥിരാകേന്ദ്രം ഇരിക്കുന്ന തലസ്ഥാന നഗരം ഇതുവരെ കൈപ്പിടിയിൽ ഒതുങ്ങാൻ കഴിയാത്തതിന്റെ നിരാശ തുടരുന്ന BJPയുടെ പോരാട്ടം. അതായത് രാജ്യം ഭരിക്കുന്നു, പക്ഷേ രാജ്യത്തിന്റെ ഭരണ സ്ഥിരാകേന്ദ്രം ഇരിക്കുന്ന പ്രദേശം തങ്ങളുടെ കൈവശമില്ല എന്നുള്ളതാണ് കഴിഞ്ഞ 10-12 വർഷമായിട്ട് അല്ലെങ്കിൽ 10 വർഷത്തിലോളമായിട്ട് BJPയുടെ നിരാശ. മറ്റൊന്ന്, തട്ടകം നഷ്ടപ്പെട്ട, വളരെ 10 വർഷത്തോളം ഭരിച്ചിരുന്ന സ്വന്തം തട്ടകം നഷ്ടപ്പെട്ട കോൺഗ്രസിന്റെ വേവലാതി അല്ലെങ്കിൽ കോൺഗ്രസിന്റെ അതിനു വേണ്ടിയിട്ടുള്ള തിരിച്ചുപിടിക്കാനുള്ള ശ്രമങ്ങൾ. ഇങ്ങനെ പ്രധാനപ്പെട്ട 3 ഘടകങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിനെ മറ്റ് സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് 12 വർഷമായിട്ട് ഇരിക്കുന്ന രാഷ്ട്രീയ വ്യവസ്ഥയുടെയോ അല്ലെങ്കിൽ സംവിധാനത്തിന്റെയോ ഒരു ഹിതപരിശോധന. ആ ഹിതപരിശോധനയ്ക്ക് ഇത്തിരി കടുപ്പം കൂടിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഇത് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള യത്നങ്ങൾ കൂടുന്നതിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അതിനുള്ള ശ്രമങ്ങൾ കൂടുന്നതിന്റെ ഭാഗമായിട്ട്, അതുപോലെ തന്നെ ആം ആദ്മി പാർട്ടി എന്ന് പറയുന്ന സംവിധാനത്തിനകത്തുണ്ടായിരിക്കുന്ന ചില അന്തഛിദ്രങ്ങളോ ചില പ്രശ്നങ്ങളോ അത്തരം ചില അവ്യവസ്ഥകളോ ഒക്കെ ആം ആദ്മി പാർട്ടിയെ ചില ഘടകങ്ങളിലെങ്കിലും ആം ആദ്മി പാർട്ടിക്ക് ഉണ്ടാക്കിയിട്ടുള്ള ക്ഷീണം മുതലെടുക്കാനുള്ള നീക്കങ്ങൾ. എന്നാൽ ഇതിനിടയിൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തെ നയിക്കുന്ന കോൺഗ്രസിന്റെ സ്ഥിതി അതും വളരെ കൃത്യമായിട്ട് വിശകലനം ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഇവിടെ ഇപ്പോ ഈ ഒരു ഘട്ടത്തിൽ ഡൽഹിയിലെ വിലയിരുത്തുമ്പോൾ BJPയും നേരത്തെ രാജീവ് ശങ്കർ സൂചിപ്പിച്ച പോലെ തന്നെ BJPയും ആം ആദ്മി പാർട്ടിയും തമ്മിലുള്ള ഒരു നേരിട്ടുള്ള ഒരു മത്സരം എന്നൊരു ഒരു ചിത്രമാണ് ഇപ്പോ ഡൽഹിയിൽ നിന്ന് ലഭിക്കുന്നത്. അത് ഒരുപക്ഷെ 2014 ഉണ്ടായിട്ടുള്ള തരംഗമോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു തരംഗം ഇവിടെ ദൃശ്യമല്ല. കാരണം ആം ആദ്മി പാർട്ടിക്ക് അനുകൂലമായ തരംഗമോ അല്ലെങ്കിൽ BJPക്ക് അനുകൂലമായ തരംഗമോ ഡൽഹിയിൽ പ്രകടമല്ല അല്ലെങ്കിൽ കാണാനില്ല. കാരണം അത്തരം ഒരു രാഷ്ട്രീയ പശ്ചാത്തലമല്ല അല്ലെങ്കിൽ രാഷ്ട്രീയ സാഹചര്യമല്ല പൊതുവെ ഡൽഹിയിലുള്ളത്. അത്തരം ഒരു തരംഗത്തെ കാര്യമായ രീതിയിൽ ഒരു രാഷ്ട്രീയ വ്യവസ്ഥയായിട്ട് രൂപപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു രാഷ്ട്രീയം ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ചലനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് മുന്നോട്ട് പോയിട്ടുണ്ടെന്നതിന് അപ്പുറം അതും ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയ അല്ലെങ്കിൽ നീക്കങ്ങളുടെ ഭാഗം എന്നേ നമുക്ക് കാണാൻ കഴിയും. രാജ്യ തലസ്ഥാനമാണെങ്കിൽ പോലും അത്തരം ചില അവ്യവസ്ഥകൾ ഡൽഹിയിൽ നിലനിൽക്കുന്നുണ്ട്. ഇത്തരം ചില ഘടകങ്ങളും നിലനിർത്തിക്കൊണ്ട് മാത്രമേ നമുക്ക് ഡൽഹിയുടെ തെരഞ്ഞെടുപ്പിനെ കാണാൻ കഴിയുള്ളൂ. 2020 നിന്ന് വ്യത്യസ്തമാകുന്നത് ഒരുപക്ഷെ ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ അഴിമതിക്കെതിരെ രൂപം കൊണ്ടിട്ടുള്ള ഒരു സംവിധാനം. അഴിമതി എന്ന് പറയുന്ന വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള, വളരെ കാൽപ്പനികമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ വിശാലമായിട്ടുള്ള ഒരു സങ്കല്പത്തിനെതിരെയുള്ള പോരാട്ടം എന്ന നിലയിൽ വന്ന ഒരു രാഷ്ട്രീയ സംവിധാനം, അതിനകത്തുണ്ടായിരിക്കുന്ന ഒരുപക്ഷെ അഴിമതി ആരോപണം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമായിട്ട് രൂപപ്പെടുകയും അതിന്റെ ഹിതപരിശോധന അല്ലെങ്കിൽ അതിന്റെ വിചാരണയ്ക്ക് വിധേയമാവുകയും ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണിത്. അപ്പൊ അതും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇപ്പോൾ ആം ആദ്മി പാർട്ടി 2012 രൂപപ്പെട്ടെന്ന് നമുക്കറിയാം. 2ാം UPA സർക്കാരിന്റെ കാലത്തുണ്ടായിട്ടുള്ള കുംഭകോണങ്ങളുടെയും അഴിമതിക്കെതിരെ ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയ വികാരത്തിൽ നിന്ന് രൂപപ്പെട്ടിട്ടുള്ള ഒരു സംവിധാനമാണ് ആം ആദ്മി പാർട്ടി എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പോ ഈ മദ്യ ഇടപാടുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതുപോലെ തന്നെ ഔദ്യോഗിക വസതി മോടി പിടിപ്പിച്ചു എന്ന് പറയുന്നിട്ടുള്ള പ്രചരണങ്ങൾ, ഇത്തരം പ്രചരണങ്ങളെയൊക്കെ ആം ആദ്മി പാർട്ടി എങ്ങനെ അതിജീവിക്കുന്നു അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഇത്തരം ആരോപണങ്ങളെ എങ്ങനെ
പിന്നെ ആം ആദ്മി പാർട്ടി മറികടക്കുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ കൗതുകം. അതിനൊക്കെ അപ്പുറം ഒരുപക്ഷെ ഈ രാഷ്ട്രീയമെല്ലാം അല്ലെങ്കിൽ ഈ വ്യവസ്ഥകളെല്ലാം മാറ്റിവെച്ചാൽ പോലും സൗജന്യ വാഗ്ദാനങ്ങളുടെ ഒരു മത്സരമാണ് എന്നുള്ളതാണ്. ഒരുപക്ഷെ ആം ആദ്മി പാർട്ടി ഇന്ത്യൻ രാഷ്ട്രീയത്തിന് സംഭാവന ചെയ്ത അപകടകരമായ ഒരു ഘടകം എന്ന് പറയുന്നത് 3B രാഷ്ട്രീയമാണ്, സൗജന്യ വാഗ്ദാന രാഷ്ട്രീയം. 2012 ശേഷം ആം ആദ്മി പാർട്ടി നിലവിൽ വന്നതിന് ശേഷം അല്ലെങ്കിൽ 2015 അധികാരമേറ്റതിന് ശേഷം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അത്തരം ചില സ്വാധീനങ്ങൾ അവശേഷിപ്പിക്കാനായിട്ടാണ് ആം ആദ്മി പാർട്ടിയുടെ പ്രധാനപ്പെട്ട സംഭാവന എന്ന് തോന്നുന്നത്. കാരണം പല സർക്കാരുകളും പല പാർട്ടികളും ഇതിനെ അനുകരിച്ചുകൊണ്ട് സൗജന്യ വാഗ്ദാനങ്ങളുടെ പരമ്പര പ്രഖ്യാപിക്കേണ്ടി വന്നു. അത് ഒരുപക്ഷെ സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക ഭദ്രത പോലും വിലയിരുത്താത്ത രീതിയിലുള്ള പ്രഖ്യാപനങ്ങളോ മുഴുമിപ്പിക്കാൻ പോലും കഴിയാത്ത വാഗ്ദാനങ്ങളോ ആയിട്ട് നിലനിൽക്കുകയും പിന്നീട് ഭരണത്തിൽ അതൊരു തലവേദനയായി മാറുകയും ചെയ്തിട്ടുള്ള ഒരു 3B രാഷ്ട്രീയത്തിന്റെ സംഭാവന കൂടിയുണ്ട്. ഇക്കുറി എന്താ സംഭവിക്കുന്നത് രാജീവ്? ഇക്കുറി ആം ആദ്മി പാർട്ടി വാഗ്ദാനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. അതിനെ മറികടക്കുന്ന രീതിയിൽ വൻതോതിലുള്ള വാഗ്ദാനങ്ങൾ BJP മുന്നോട്ട് വയ്ക്കുന്നു. കോൺഗ്രസ് അതിനെയും മറികടക്കുന്ന രീതിയിലുള്ള വാഗ്ദാനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. ഇതൊന്നും തന്നെ സാമ്പത്തിക അടിത്തറയോ സംസ്ഥാനങ്ങളുടെ റവന്യൂവിനെയോ പരിഗണിക്കാത്ത രീതിയിലുള്ള വാഗ്ദാന പ്രഖ്യാപനങ്ങളാണ്. അപ്പൊ വാഗ്ദാനങ്ങളുടെ കൂടി ഒരു രാഷ്ട്രീയ മത്സരമാണ് ഇക്കുറി അരങ്ങേറുന്നത്.